ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ക്രിസ്റ്റലിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്റ്റലിന്റെ ഒരു പ്രത്യേക സെഷൻ കൂടിയാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം റിസൾട്ടും കാര്യങ്ങളെല്ലാം വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹിസ്റ്ററിയിൽ 4-5 പേർക്ക് JRF കിട്ടുകയും ഒരുപാട് പേർക്ക് നെറ്റും PhDയും കിട്ടുകയും അതേ സമയത്ത് ഞാനിപ്പോൾ ഹിസ്റ്ററിക്കാർ മാത്രം എൻ്റെ സെഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഹിസ്റ്ററിയുടെ മാത്രം പറയുന്നത്. അല്ലാത്ത സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം കഴിഞ്ഞ മുമ്പുണ്ടായതിനേക്കാളും ഒരുപാട് നല്ല റിസൾട്ടുകളാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അതിൽ മുമ്പ് PhDയും നെറ്റൊക്കെ കിട്ടിയവർ പലർക്കും JRFലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയായിരിക്കണം അപ്കമിങ് എക്സാമിനേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ ഞാൻ ആദ്യം പറയും. ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് തരും. ഞാൻ ആ റിവിഷൻ ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇപ്പോൾ. എന്നിട്ട് ഞാൻ എൻ്റെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ഡിസ്കസിങ് അവർ സം ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്യാം അതിലോട്ട് വരാം. സോ ഐ ഹാവ് പ്രിപ്പയർഡ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് റിവിഷൻ ഷെഡ്യൂൾ ഫോർ യു. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് ഒരു ഏൻഷ്യന്റ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു റിവിഷൻ പ്ലാൻ ആണ്. അപ്പൊ റിവിഷൻ പ്ലാനിൽ ഞാൻ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് 17ഓളം ടോപ്പിക്കുകൾ നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് മാത്രം പഠിക്കാം. അതായത് 17 ടോപ്പിക്ക് വളരെ കൃത്യതയോടെ നമുക്ക് നമ്മുടെ ക്ലാസ് റൂം നോട്ട്സിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നല്ലൊരു ശതമാനം നിങ്ങൾക്ക് ഫിയർ ഇല്ലാതെ, പേടിയില്ലാതെ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുന്നേ, റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുന്നേ 1-2 കാര്യം നിങ്ങളുടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോ ഒരു 10-20 പേര് ഹിസ്റ്ററിയുടെ സ്റ്റുഡൻസ് മാത്രം ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനിയും കുട്ടികൾ ജോയിൻ ചെയ്യാനും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1-2 കാര്യങ്ങൾ വളരെ കൃത്യതയോടെ കേൾക്കുക. നമ്മൾ റാൻഡംലി ഏതെങ്കിലും പുസ്തകം, ഏതെങ്കിലും ഒരു പാർട്ട് എന്ന് പഠിക്കുന്നതിനേക്കാളും എപ്പോഴും എന്തുകൊണ്ടും നല്ലത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിൽ വൃത്തിക്ക് ഒരു സബ്ജക്റ്റോ ഒരു ടോപ്പിക്കോ പരിപൂർണമായിട്ട് പഠിച്ചു തീരുന്നതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഞാൻ മോഡേൺ ആണ് നോക്കുന്നത്. മോഡേണിൽ ഏതാ 1857, അടുത്തേതാ ഗുപ്ത പീരീഡ്, ഒരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ അങ്ങനെ ബന്ധമില്ലാത്ത ടോപ്പിക്കുകൾ നോക്കുന്നതിനേക്കാൾ നല്ലത് ബന്ധമുള്ളത് നോക്കുന്നത്. കാരണം അവിടെ നമുക്ക് ലോജിക്കലി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആൻസർ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഹൂണ ഇൻവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഒന്ന് കമന്റ് ചെയ്തേ പ്ലീസ്. കമന്റ് ഹിയർ, ഒന്ന് കമന്റ് ചെയ്യ്. ഹൂണ ഇൻവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട കേട്ടത്? വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ചില ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഗുപ്ത എന്നുള്ളത്. ബാക്കി ആൾക്കാർ കമന്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേട്ടു പോകാനല്ല മെന്റർഷിപ്പ് ഡിസ്കഷൻസ് നമ്മൾ നടത്തുന്നത്. അത് നമ്മുടെ തോട്ട് പ്രൊവോക്കിംഗ് ആണ്, നമ്മുടെ ചിന്തകൾ ഉണർത്താൻ വേണ്ടിയുള്ള. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. അത് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഹൂണ ഇൻവേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഗുപ്ത പീരീഡിന്റെ റിലേഷൻഷിപ്പിൽ വരുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളതോ അവരിൽ പെട്ട പ്രധാനപ്പെട്ട ചില രാജാക്കന്മാരുടെ പേരുകൾ വെച്ചിട്ടുള്ള ചില കോണ്ടംപററി റിലേഷൻഷിപ്പ് ചോദ്യം ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഹൂണ റൂളേഴ്സ് ആഫ്റ്റർ കമ്മിങ് ടു ഇന്ത്യ they had absorbed into Vaishnavism എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തോന്നുന്നു വിചാരിക്കാം. വെദർ ഇറ്റ് വിൽ ബി കറക്റ്റ് ഓർ നോട്ട്? ഞാനിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്, ഹൂണ ഇൻവേഷന്റെ ശേഷം ഹൂണ ലീഡേഴ്സ് ഓർ റൂളേഴ്സ് ആഫ്റ്റർ കമ്മിങ് ടു ഇന്ത്യ, അവർ ഈ സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ കുറച്ചു കാലം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ. ദേ മോർ അബ്സോർബ്ഡ് ഇൻ ടു വൈഷ്ണവിസം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറഞ്ഞു നോ എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ തെറ്റിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ശരിയാണ്. എന്തുകൊണ്ടാ? ആ കാലഘട്ടത്തിലെ നോർത്ത് ഇന്ത്യൻ സൊസൈറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടം മുതൽക്ക് ഹൈ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ബ്രാഹ്മണിസം. അങ്ങനെ പുറത്തു നിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് സെറ്റിൽമെന്റ് നടത്തുന്ന സമയത്ത് ദീസ് പീപ്പിൾ വിൽ ബി ഹാവിംഗ് മോർ കണക്ഷൻ ആൻഡ് അഫിലിയേഷൻ വിത്ത് ദിസ് ബ്രാഹ്മണിക്കൽ റിലീജിയസ് സിസ്റ്റം ആൻഡ് എസ്പെഷ്യലി ഇൻ ദ നോർത്ത് ആയതുകൊണ്ട് തന്നെ വൈഷ്ണവിസമായിട്ടാണ് അവർ ലിങ്കേജ് ഉണ്ടാവുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ഗരുഡ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഹീലിയോഡോറസ് എന്നുള്ളത്? ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ലിങ്കേജ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിന്റെ ട്രെൻഡ്, സൊസൈറ്റി ഇതൊക്കെ മനസ്സിലാക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ റാൻഡംലി
അവിടെ പഠിച്ച് ഇവിടെ പഠിച്ച് ഇന്നത് പഠിച്ചു അത് പഠിച്ചു, ഈ പുസ്തകം ഞാൻ വായിച്ചത്, ഇനി ഈ പുസ്തകം വായിക്കണോ, ഇങ്ങനത്തെ സില്ലി കാര്യങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ ഡിസ്ട്രാക്ട് ചെയ്യരുത് എന്നുള്ളത് പറയാനാണ് മെന്റർഷിപ്പിലെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ലിമിറ്റ് യുവർ റിസോഴ്സസ്. നിങ്ങൾ നിങ്ങളുടെ റിസോഴ്സുകളെ എപ്പോഴും ലിമിറ്റ് ചെയ്യണം. ഇത് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാറേ NCERT വായിക്കണം, അതോ ഉപീന്ദർ സിംഗ് വായിക്കണം, RS ശർമ്മ വായിച്ചാൽ മതി, DNJ വായിക്കണം, ഇങ്ങനെ ഞാൻ കേട്ടതും ഞാൻ കേൾക്കാത്തതും നിങ്ങൾ മാത്രം കേട്ടതും ഉള്ള പുസ്തകങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് വരും. There is no need of reading any book if you have the right content for this examination. അത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് ക്രിസ്റ്റലിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നോട്ട്സും ഡിസ്കഷനിലും നമ്മൾ തരുന്നുണ്ട്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്ക്. അല്ലാണ്ട് നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങളുടെ പിന്നാലെ പോയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. വി ആർ ഹാവിംഗ് എ കോംപ്രഹെൻസീവ് കവറേജ് ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആൻഡ് ഏരിയാസ്. അങ്ങനെയാണ് നമ്മുടെ റിവിഷൻ നോട്ട്സും ടോപ്പിക്സും തരുന്നത്. അതിന് കൂടുതൽ ചില റിസർച്ച് ടോപ്പിക്കിൽ നിങ്ങൾക്ക് തരും ടാസ്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടി. അത് ചെയ്യിപ്പിക്കുന്ന എന്തിനാ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു റെഫറൻസ് റിസർച്ച് മെന്റാലിറ്റി കൂടെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആ ടെൻഡൻസി ഉണ്ടാവും, ടെംപ്റ്റേഷൻ എന്ന് പറയുന്നതിന്. ഓക്കെ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് എഴുതാനൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ എഴുതി കഴിയുമ്പോൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാവും, പക്ഷേ ആ പോയിന്റ് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. റാൻഡംലി അവിടുന്ന് ഇവിടുന്ന് വായിക്കരുത്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ പോകുന്നു. ആ ഓർഡർ പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് റിവിഷൻ ഷെഡ്യൂൾ കാണിച്ചു തരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആൻഷ്യന്റ് എത്രയും പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ആക്കണം. ക്ലാസ്സസ് ഓൾമോസ്റ്റ് നമ്മൾ ആൻഷ്യന്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്, മിഡീവലിന്റെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവഞ്ച്വലി ഡിസ്കസ് ചെയ്യുകയും വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റിസോഴ്സുകളെ ലിമിറ്റ് ചെയ്യുക. ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദെൻ ഇത് രണ്ടും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഏൻഷ്യന്റിന്റെ ഒരു അപ്രോച്ച് ഇന്നത്തെ ഒരു മെന്റർഷിപ്പിൽ എടുക്കാം. അപ്കമിങ് മെന്റർഷിപ്പിൽ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഡിസ്കഷന്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്റെ റൗണ്ട് ടേബിളും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻ ആയിട്ട് പോകാം. അപ്പൊ ആൻഷ്യന്റ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. കാരണം ആൻഷ്യന്റ് അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഫിനിഷ് ആക്കുകയും അതിന്റെ റിവിഷനും നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. റെഡി അല്ലേ?